ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. വേർഡ് പ്രോബ്ലം ആണ്. പ്രശ്നമൊന്നുമില്ല, വെറുതെ വേർഡ് പ്രോബ്ലം ആണെന്ന് മാത്രമേ ഉള്ളൂ. സെയിലി പ്ലാന്റ്സ് 4 saplings in a row in her garden. The distance between 2 adjacent saplings is 3/4 meter. Find the distance between first and the last sapling. സാലി അവളുടെ ഗാർഡനില് റോയിലാണ്. റോ ഏതാ? റോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ? ഇത് കോളമാണ്. അപ്പൊ റോയില് അവള് സാപ്ലിങ്സ് നട്ടിട്ടുണ്ട്. ഇതിന്റെയോ ചെടി നട്ടിട്ടുണ്ട്, തൈകൾ നട്ടിട്ടുണ്ട്. എത്ര എണ്ണം നട്ടിട്ടുണ്ട്? 4 എണ്ണം. ഞാൻ പേര് കൊടുക്കാൻ പോവാണേ. ഒന്നാമത്തത് എ, രണ്ടാമത്തത് ബി എന്നും, മൂന്നാമത്തത് സി എന്നും, നാലാമത്തത് ഡി. അപ്പോൾ ഒരു റോയില് 4 എണ്ണം നട്ടിട്ടുണ്ട്. അവര് ചുമ്മാ നട്ടേക്കുമല്ല, അടുപ്പിച്ചടുപ്പിച്ച് നട്ടേക്കുമല്ല, അവര് തമ്മിലുള്ള ഡിസ്റ്റൻസും പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിസ്റ്റൻസ് എത്രയാണ്? 3/4 മീറ്റർ ആണ്. ഇതും 3/4 മീറ്റർ, 3/4 മീറ്റർ. ഓക്കെ, കണ്ടിട്ടില്ലേ? എന്നാ വലിയ എസ്റ്റേറ്റിലൊക്കെ റബ്ബർ തൈയൊക്കെ നടുമ്പോഴത്തേക്ക് ഇത്ര കൃത്യമായിട്ട് അളവിൽ നട്ടിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കിഴക്കോട്ടൊക്കെ പോയാൽ കാണാൻ പറ്റും. അപ്പൊ നോക്കിയേ, ഇതുപോലാണ് നട്ടിരിക്കുന്നത്. 4 എണ്ണം നട്ടിട്ടുണ്ട്. അതിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് 3/4 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ, ഇതും തമ്മിൽ മൊത്തം എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റെപ്പ് ഒന്ന് എഴുതാം. ഇത്രയാണ് നമ്പർ ഓഫ് സാപ്ലിംഗ്. വേർഡ് പ്രോബ്ലം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പുകൾ വേണം. നമ്പർ ഓഫ് സാപ്ലിംഗ്, എത്ര സാപ്ലിങ്സ് ഉണ്ട് നമ്മളെ പറഞ്ഞത്? 4 ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ദ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സാപ്ലിംഗ്. സാപ്ലിംഗ് എത്രയാണ്? എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3/4 മീറ്റർ. വേർഡ് പ്രോബ്ലം ആകുമ്പോൾ സ്റ്റെപ്പിന് മാർക്കുണ്ട്. അപ്പോൾ വേർഡ് പ്രോബ്ലം ഒരിക്കലും നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്തിടരുത് കേട്ടോ. വേർഡ് പ്രോബ്ലം സ്റ്റെപ്പായിട്ട് തന്നെ എഴുതി പോകണം. ഓക്കെ, അടുത്ത ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സാപ്ലിംഗ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സാപ്ലിംഗ് is equal to എത്രയാണ് ഡിസ്റ്റൻസ്? എവിടെ തൊട്ട് എവിടം വരെ വേണം? എ തൊട്ട് ഡി വരെ. അതായത് എ തൊട്ട് ഡി എന്ന് പറഞ്ഞാൽ എ തൊട്ട് ബി വരെ, ബി തൊട്ട് സി വരെ, സി തൊട്ട് ഡി വരെ. അങ്ങനല്ലേ മൊത്തം ഡിസ്റ്റൻസ്. അപ്പൊ ഞാൻ എഴുതാൻ പോണത് എ ബിയും ബി സിയും സി ഡിയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എ ഡിയുടെ ഡിസ്റ്റൻസ് കിട്ടുന്നത്. മനസ്സിലായോ? അതായത് അവർ ചോദിച്ചതന്നെയാണ് ഇതിവിടം തൊട്ട് ഇവിടം വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ മക്കളെ? എ തൊട്ട് ഡി വരെ എത്ര, അതായത് ആദ്യത്തേതും അവസാനത്തേതും തമ്മിൽ എത്രയുണ്ട്, ഡിസ്റ്റൻസ് എത്രയാണെന്ന്. അപ്പൊ അതായത് ആ എ ഡി എന്ന് പറയുന്നത്, അപ്പൊ നമുക്കത് എഴുതാം. എ ഡി ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ആരൊക്കെ തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്? എ ബിയും ഇവിടം തൊട്ട് ഇവിടം വരെ എ ബി പ്ലസ് പിന്നെ ബി സി പ്ലസ് പിന്നെ സി ഡി. ഓക്കെ, നിങ്ങൾക്കറിയാലോ എ ബിയുടെ നീളം എത്രയാണ്? 3/4 പ്ലസ് അടുത്തത് എത്രയാ? 3/4 പ്ലസ് 3/4. 3 എണ്ണം വന്നാൽ നിങ്ങൾ ആഡ് ചെയ്യുമോ? ആഡ് ചെയ്യാം. പക്ഷേ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ അതുപോലെ എഴുതി ന്യൂമറേറ്ററിൽ അവിടെ ആഡ് ചെയ്തു. 3 + 3 6, 6 + 3 9, 9/4 എന്ന് ആഡ് ചെയ്യും. നമ്മൾ ആഡ് ചെയ്യാൻ നിൽക്കുവോ? ഇല്ല. നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതെല്ലാം റബ്ബ് ചെയ്യുവാണ്. നമ്മളെങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? 3 × എത്ര ഉണ്ട്? എത്ര 3/4 ഉണ്ട്? 3 × 3/4. മനസ്സിലായോ? ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് തെറ്റൊന്നുമല്ല. ഞാൻ 2 രീതിയിൽ നിങ്ങളെ ചെയ്ത് കാണിക്കുകയാണ്. ഇതാണ് ചെയ്യേണ്ട രീതി. 3/4 + 3/4 + 3/4 ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആഡ് ചെയ്ത് 9/4 എന്ന് കാണിച്ചത്. 3/4 + 3/4 + 3/4 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യണം മക്കളെ. 3/4 ആണ് 3 ടൈംസ് വന്നിട്ടുണ്ട്. അപ്പോൾ 3 × 3/4. മൾട്ടിപ്ലിക്കേഷൻ അറിയാം. നമുക്കറിയാം ഒരു ഹോൾ നമ്പർ ആണ്. നമ്മൾ എന്ത് ചെയ്ത് ഇട്ട് കൊടുക്കും? അടിയിൽ 1 കൊടുക്കും ഡിനോമിനേറ്റർ ആയിട്ട്. എന്നിട്ട് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് 3 × 3 9, 1 × 4 4. കിട്ടിയല്ലോ. സെയിം ആൻസർ തന്നെ കിട്ടി. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. എന്തായിരുന്നു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ? ന്യൂമറേറ്റർ വലുത് ഡിനോമിനേറ്റർ ചെറുതും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉടനെ എന്നാ ചെയ്യും? അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ മിക്സഡ് ആക്കും അല്ലേ? ഡിവൈഡ് ചെയ്തേ 2. ഇത്രയല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് കിട്ടുന്ന കോഷ്യന്റ് ആണ് നമ്മൾ ഹോൾ നമ്പർ ആയിട്ട് എഴുതുന്നത്. റിമൈൻഡർ ആണ് ന്യൂമറേറ്റർ. 4 നമ്മുടെ
അപ്പൊ എത്രയാണ് ഡിസ്റ്റൻസ്? എത്രയാണ്? അത്ര മീറ്റർ. മീറ്ററിലാണ് അവർ ചോദിച്ചിരിക്കുന്നത്. 2 1 1/4 മീറ്റർ. അപ്പം ഫസ്റ്റ് സാപ്ലിംഗ് തൊട്ട് ലാസ്റ്റ് സാപ്ലിംഗ് വരെ എത്രയുണ്ട് ഡിസ്റ്റൻസ്? 2 1 1/4 മീറ്റർ അല്ലെങ്കിൽ 9/4 മീറ്റർ. സിമ്പിൾ ആയിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ഇച്ചിരി ഇതെന്താണെന്ന് വിചാരിച്ചാലും ഒന്നുമില്ല. ഈ ഡിസ്റ്റൻസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് മൊത്തം ഡിസ്റ്റൻസ് അത്രേ ഉള്ളൂ. ഒക്കെ മക്കളെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. തന്നെ കേട്ടിട്ട് ഇതൊന്ന് വീഡിയോ ഒന്ന് കാണുക. അതിനുശേഷം നിങ്ങൾ സിമ്പിളായിട്ടുള്ളതാണ് നിങ്ങൾ തന്നെ ഓർത്തിരിക്കേണ്ടത് സ്റ്റെപ്പ് മസ്റ്റായിട്ടും വേണം. സ്റ്റെപ്പിന് ഓരോന്നിനും മാർക്കുണ്ട്. അതുകൊണ്ട് കേട്ടോ മക്കളെ, ഇത് ചെയ്യുക, ഇത് ശരിയാക്കുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയും. ഓക്കെ മക്കളെ, ഇനി എന്താണ് കൂടുതൽ ആഡ് ചെയ്യാനുണ്ടോ ഇതിനകത്തോട്ട്? കൂടുതൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണോ? പുതിയ എങ്ങനെയാണ് വേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, താങ്ക് യു.